ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷവർമയുടെ റെസിപ്പിയാണ്. ഷവർമ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഹോട്ട് ചില്ലി സോസിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റുള്ള ഈ ഒരു ഹോട്ട് ചില്ലി സോസ് ഷവർമയുടെ കൂടെ, പിസയുടെ കൂടെ, മോമോസിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിതാ സോസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വറ്റൽമുളക് കുറച്ച് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കുക. കുതിർന്ന വറ്റൽമുളക് ആ വെള്ളത്തോട് കൂടെ തന്നെ ഞാനൊരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ ഞാൻ 5 പഴുത്ത മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടി തന്നെ നല്ലപോലെ തിളപ്പിച്ചിട്ട് വേവിച്ചിട്ടെടുക്കണം. തക്കാളിൻ്റെ തൊലിയൊക്കെ പൊട്ടി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഞാനിതാ തക്കാളി വറ്റൽമുളക് കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് പുതിനയില, നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഒരു തണ്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതാ ഒരു പിടി ചുവന്നുള്ളി, അതായത് ചെറിയ ഉള്ളിയും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചിട്ടെടുക്കണം. ഇനിതാ വേറൊരു പാത്രം ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ മിശ്രിതം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഇനി സോസിലേക്ക് 1/4 ടീസ്പൂൺ വീതം ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂണ് പഞ്ചസാര, അതുപോലെ തന്നെ 1 ടീസ്പൂണ് വിനെഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ആക്കുക. വിനെഗറിനേക്കാളും നല്ലത് ചെറുനാരങ്ങയുടെ നീരാണ്. ഞാനിപ്പോൾ ചെറുനാരങ്ങ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് വിനെഗർ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലെ വെള്ളമൊക്കെ വറ്റി പെട്ടെന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മൈദപ്പൊടി ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം. നമ്മളിത് ഓൾറെഡി തിളച്ചുകൊണ്ടിരിക്കുന്ന സോസിലേക്കാണ് മൈദപ്പൊടി ഇട്ട് കൊടുത്തത്. അപ്പോൾ കട്ട കെട്ടാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്തിട്ട് നല്ല കുറുന്നനെയുള്ളൊരു സോസ് ഉണ്ടാക്കിയിട്ടെടുക്കുക. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് അത്യാവശ്യത്തിന് എരിവുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഒരു 2 ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സോസിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു സോസ്. ഇനി നമുക്ക് ഷവർമയുടെ ഫില്ലിങ്സ് ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ ചിക്കനൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പാകത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ആക്കിയിട്ടെടുക്കുക. അതിനുശേഷം തീ ഓണാക്കി കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കളറൊന്ന് ചേഞ്ച് ചെയ്യുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പുഴുങ്ങിയെടുക്കുന്ന ചിക്കനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം 2 സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള കുറച്ചൊന്ന് വഴന്ന് കിട്ടണം. വഴറ്റിയെടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് കേബേജും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തുള്ള കേബേജാണ്. കേബേജും കൂടി ചേർത്തെടുക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നും വാങ്ങി കഴിക്കുന്ന അതേ ഒരു ഷവർമയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും ഇതിലേക്ക് ഞാൻ ചേർക്കുന്നില്ല. കേബേജും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ കേബേജും ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഞാനിതാ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കനും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഞാനിതാ തീ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫില്ലിങ്സും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് ടേസ്റ്റ് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ ഷവർമ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഞാൻ കുബൂസ് പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഷവർമ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പ് കുബൂസ് നമ്മളൊന്ന് ചൂടാക്കിയിട്ടെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുബൂസിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്താൽ കുബൂസൊക്കെ പൊട്ടിയിട്ട് ഫില്ലിങ് പുറത്തേക്ക് ചാടും. അപ്പോൾ ഞാനിതാ ഒരു കുബൂസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഹോട്ട് സോസ് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ കുറച്ച് കാബേജും തക്കാളിയും സവാളയും കൂടി ഒന്ന് ചെറുതാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് എടുത്തിട്ട് ഇതാ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഫില്ലിങ്സും കൂടി വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് മയോണൈസ് കൂടി ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 3 തരം മയോണൈസിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരെ ഒന്ന് ചാനലിൽ പോയി കണ്ടു നോക്കട്ടോ. ഇത് നമ്മുടെ മുട്ട വെച്ചിട്ടുള്ള മുട്ടയും ഓയിലും കൂടി അടിച്ചെടുത്തിട്ടുള്ള മയോണൈസാണ്. ഇനി മയോണൈസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഹോട്ട് സോസ് ഇട്ട് കൊടുക്കുക.
എന്നിട്ടിതാ നമുക്കറിയാവുന്ന തരത്തിലൊക്കെ മടക്കിയെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷവർമ റെഡിയായി കിട്ടും. കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഷവർമ നല്ലൊരു ഹെൽത്തി ആയ ഫുഡാണെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല, പ്രത്യേകിച്ച് മയോണീസ്. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഷവർമ ഒക്കെ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ കുട്ടിക്ക് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഷവർമ ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും പിന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.